ചായക്കട രുചിയിലുള്ള ഒരു അടിപൊളി സുഖിയൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് സുഖിയൻ. അപ്പോൾ നമുക്കിതെങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി നോക്കാം. അപ്പോൾ സുഖിയൻ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണിത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് കുക്കർ അടച്ച് വെക്കാം. അപ്പോൾ വെള്ളം കൂടി പോകരുത്. ഇനി അഥവാ വെള്ളം കൂടി പോവുകയാണെങ്കിൽ തന്നെ കുക്കർ തുറന്ന ശേഷം കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ 2 വിസിലാണ് വരുത്തിക്കുന്നത്. 2 വിസിൽ വന്ന ശേഷം തന്നെ നമുക്ക് ഉടനെ തന്നെ ഓഫാക്കണം. ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല. അപ്പോൾ 2 വിസിൽ വന്ന ഉടനെ തന്നെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിനു ശേഷം തുറന്നിട്ടുണ്ട്. എന്നിട്ടും ഇതിൽ ഇത്തിരി വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഒരിക്കലും അടച്ചു വെച്ചിട്ട് വറ്റിക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മുടെ ചെറുപയർ കുക്കായിപ്പോവും. കണ്ടോ, നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്യിലൊന്ന് അമർന്ന് വന്നാൽ മതി. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ സുഖിയാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. സുഖിയാനെന്ന് പറയും, സുഖിയെന്ന് പറയും കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ സുഖി എന്നാണ് പറയുക. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങക്കൊന്നും പ്രത്യേക അളവില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറില്ലേ, അത് ഞാനിവിടെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. നമ്മുടെ ചെറുപയർ ഒന്ന് ഉടഞ്ഞ് വരാനായിട്ട്. എന്നാൽ ചിലത് ഉടയാതെയും വേണം. അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുതെന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാരയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിൽ ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നല്ല ശർക്കര ഉണ്ടെങ്കിൽ ആ ശർക്കര ഒന്ന് ചീയെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരാനായിട്ടാണ്. എന്നാലേ നമ്മൾ ഉരുള പിടിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ നേരത്തെ വേവിച്ച അതേ ഒരു പരുവത്തിലല്ല ഉള്ളത്. കുറച്ചൊന്ന് വിട്ടിരിക്കുന്നുണ്ട്. എന്നാലും ചിലതെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായ ശേഷം നമുക്കിവിടെ തീ ഓഫാക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിലേക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ. മുഴുവനായിട്ട് തന്നെ ഞാനിവിടെ പൊരിച്ചെടുക്കുന്നില്ല, കുറച്ച് ഞാൻ പൊരിച്ചെടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1.5 കപ്പ് ചെറുപയറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് മൈദ വേണ്ടി വരും കേട്ടോ. അതുപോലെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവിടെ കുട്ടികളെല്ലാവരും ഒന്നും ഇത് കഴിക്കില്ല. അപ്പോൾ പകുതി ഞാൻ പൊരിച്ചിട്ട് പകുതി കുട്ടികൾക്ക് ഒരു ബൗളിൽ ചെറുപയർ വേവിച്ചത് വിളമ്പി കൊടുത്ത് സ്പൂൺ ഇട്ടിട്ട് കഴിക്കുകയാണ് അവർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇതിരിക്കുന്നത്. ഇനി നമ്മുടെ ചെറുപയർ ഒന്ന് ഉരുള പിടിച്ചെടുക്കാം. അപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പമാണോ ആ വലുപ്പത്തിനനുസരിച്ച് വേണം ഉണ്ട പിടിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് കേട്ടോ ഇവിടെ പിടിച്ചെടുക്കുന്നത്. നമ്മൾ സ്പൂൺ കൊണ്ട് ഒടിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉരുള പിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ബാറ്ററില്ലേ, അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് ഇട്ട ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. തീ ഒരുപാട് കൂട്ടി വെക്കുകയും വേണ്ട. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് പൊരിച്ച് കോരാം. അപ്പോൾ അതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്.
ഇതിങ്ങനെ ഒട്ടി പിടിക്കൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ വിട്ട് വരും. നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നതാണ്. രണ്ട് ഭാഗം നല്ല ഗോൾഡൻ കളറിൽ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണല്ലേ ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ചെറുപയർ കാണും. അപ്പോൾ ഇടയ്ക്ക് വൈകുന്നേരം ഇന്ന് എന്ത് കഴിക്കും അല്ലെങ്കിൽ ഇന്ന് എന്ത് ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് കഴിയും. ചെറുപയർ പെട്ടെന്ന് തന്നെ പ്രഷർ കുക്കറിലിട്ടാൽ വെന്ത് കിട്ടും. പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ സുഖിയനെല്ലാം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, എന്നാൽ അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.